ഡൽഹി സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരനാണ് ചാവേറായ ഉമർ മുഹമ്മദ് എന്നാണ് ഡൽഹി പോലീസ് നൽകുന്ന സൂചന. ആരാണ് ഈ ഉമർ മുഹമ്മദ് എന്നാണ് നമുക്കറിയേണ്ട. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായിട്ടുണ്ട്. അർജുൻ, ആരാണ് ഉമർ മുഹമ്മദ് എന്നറിയണം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഇവരുടെ പ്രവർത്തനം എവിടെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്, അത് കൺമുന്നിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മരണസംഖ്യ 12 ആയിരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. അക്ഷയ, ഈ സ്ഫോടനത്തിൽ 12 പേർ മരിച്ചിരിക്കുന്നു. അതിൽ ഒരാൾ ഈ പറയുന്ന ഉമർ മുഹമ്മദാണ്. ഒരു മൃതശരീരം അത് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല, ചിന്നിച്ചിതറിപ്പോയിട്ടുണ്ട്. അത് ഉമർ മുഹമ്മദിൻ്റെതാണ് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് പോലീസിനുള്ളത്. അത് ആരുടേതാണ്, അത് ഏത് മൃതശരീരമാണ് എന്നുള്ള കാര്യം DNA പരിശോധനയിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതിനുവേണ്ടി ഈ ഉമർ മുഹമ്മദിൻ്റെ അമ്മയെയും സഹോദരങ്ങളെയും കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പുൽവാമ സ്വദേശിയാണ്, ജമ്മുവിലെ പുൽവാമ സ്വദേശിയാണ് ഈ പറയുന്ന ഉമർ അബ്ദുള്ള. അയാളുടെ അമ്മയെയും അതുപോലെ സഹോദരങ്ങളെയും ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. DNA സാമ്പിൾ ശേഖരിച്ച ശേഷം അത് ഇപ്പോഴുള്ള ഡൽഹിയിലെ LNJP ആശുപത്രിയിലെ മൃതശരീരങ്ങളുമായി ഒത്തുനോക്കിയ ശേഷം അതിൽ ഏത് മൃതശരീരമാണ് ഈ പറയുന്ന ഉമർ മുഹമ്മദിൻ്റേത് എന്നുള്ള കാര്യം തിരിച്ചറിയാൻ പോലീസിനാകും എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇയാൾ ഈ ഫരീദാബാദിലെ ഭീകര സംഘടനയിലെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണ്. മാത്രമല്ല ജെയ്ഷെ മുഹമ്മദുമായി ഇയാൾക്ക് നേരിട്ട് ബന്ധമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇയാൾ പുൽവാമ സ്വദേശിയാണെന്ന് പറയുമ്പോഴും കഴിഞ്ഞ 2 മാസമായി ഇയാൾ വീട്ടിൽ പോയിട്ടില്ല. മാത്രമല്ല ഇയാൾ ഒരു ഇൻട്രോവേർട്ടാണ്, അന്തർമുഖമനാണ്. അധികം ആരോടും തന്നെ സംസാരിക്കാറില്ല. പഠിത്തം എന്നുള്ള കാര്യം മാത്രമാണ്, എപ്പോഴും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ മാത്രമാണ് ഇയാളുടെ ബന്ധുക്കൾ പറയുന്നുമുണ്ട്. എന്തായാലും ഇയാൾ ഈ സംഭവം നടന്നത്, അതായത് ഇന്നലെ ഫരീദാബാദിൽ ഈ കേസന്വേഷണം, റെയ്ഡ്, അറസ്റ്റൊക്കെ സംഭവിച്ചതിന് പിന്നാലെ അവിടെ നിന്നും രക്ഷപ്പെട്ട് ഡൽഹിയിലേക്ക് എത്തുന്നു. എന്നാൽ ഇയാളുടെ പുറകെ പോലീസുണ്ട്, ഫരീദാബാദ് പോലീസും അതുപോലെ ജമ്മു കാശ്മീർ പോലീസും ഉണ്ട് എന്നുള്ള വ്യക്തമായ സൂചന ലഭിച്ചതിന് പിന്നാലെയാണ് സ്വയം ചാവേറാകാം എന്നുള്ള ഒരു തീരുമാനം എടുത്തതും പെട്ടെന്ന് ധൃതി വെച്ച് വെപ്രാളത്തിൽ ഒരു ആക്രമണം ആസൂത്രണം ചെയ്ത് അത് പദ്ധതിയിട്ട് നടപ്പിലാക്കുകയും ചെയ്തത്. വെപ്രാളത്തിൽ നടത്തിയതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും തന്നെയാണ് ഇന്നലെ വൈകിട്ട് നടന്ന ഈ സ്ഫോടനത്തിൽ നിന്നും വ്യക്തമാകുന്നത്. അതായത് തൊട്ടടുത്ത് ചാന്ദ്രി ചൗക്കാണ്, മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ITO ആണ്. എന്നാൽ ഈ സിഗ്നലിൽ വെച്ച് തന്നെ വാഹനം പൊട്ടിത്തെറിക്കുന്ന അവസ്ഥ. പക്ഷേ അപ്പോഴും 11 സാധാരണക്കാരുടെ, പാവപ്പെട്ടവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായത്. തന്നെയാണ്. മരിച്ചവരിൽ ഒരാൾ ഉമർ മുഹമ്മദാണ്. പക്ഷേ ബാക്കി 11 പേർ ഒരു കുറ്റവും ചെയ്യാത്ത, ഒന്നും അറിയാത്ത സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാർക്കാണ് ജീവൻ നഷ്ടമായതെന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം.